ഒരു പോയിന്റ് ക്യൂ എന്ന് പറയുന്ന പോയിന്റ് ലെങ്ത് ഓഫ് ദ ടാൻജൻറ്റ് ടു ദ സർക്കിൾ ഈസ് 24 സെൻറ്റിമീറ്റർ. ഇതിൽ നിന്നൊരു ടാൻജൻറ്റ് ഞാൻ വരയ്ക്കുകയാണ് സർക്കിളിലേക്ക്. ടാൻജൻറ്റ് എന്തായാലും ഏതെങ്കിലും ഒരു പോയിന്റിലേക്കല്ലേ വരയ്ക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ലെങ്ത്താണ് 24 സെൻറ്റിമീറ്റർ. ഓക്കെ. ആൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ക്യൂ ഫ്രം ദ സെൻറ്റർ ഈസ് 25. അപ്പോൾ ഈ സർക്കിളിന് ഒരു സെൻറ്റർ ഉണ്ട്. ഈ ക്യൂവും ഈ സെൻറ്ററും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? 25 എന്നാണ് തന്നേക്കുന്നത്. അപ്പോൾ ഇത് തമ്മിൽ കണക്ട് ചെയ്യുക. ഈ ക്യൂവും സെൻറ്ററും തമ്മിൽ കണക്ട് ചെയ്യുന്നതിന് അതിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ്? 25 സെൻറ്റിമീറ്റർ. ഇനി ഇത്രയും കിട്ടി. ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ എന്തായിരിക്കും? നമുക്ക് ഇത് വെച്ച് കണക്ട് ചെയ്യാലോ. റേഡിയസ് എന്തായിരിക്കും? ഈ ലെങ്ത് എന്തായിരിക്കും? നമ്മൾ പഠിച്ച തിയറം വെച്ചിട്ട് അപ്ലൈ ചെയ്ത് നോക്കാം. നമ്മൾ ഒരു കാര്യം പഠിച്ചത് ടാൻജൻറ്റും ഈ പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റും തമ്മിലുള്ള ആംഗിൾ, ഇതല്ല പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റ്. എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് വീഡിയോയിൽ, അത് കാണാം. ഇത് തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. സോ ഇതൊരു റൈറ്റ് ആംഗിളിൻ്റെ ട്രയാങ്കിളാണ്. ഓക്കെ, സിമ്പിളല്ലേ കണ്ടുപിടിക്കാൻ? റൈറ്റ് ആംഗിളിൻ്റെ ട്രയാങ്കിൾ കിട്ടി, അതിൻ്റെ 2 സൈഡ് കിട്ടി. മൂന്നാമത്തെ സൈഡ് കിട്ടാൻ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുക. പൈതഗോറസ് തിയറം എന്താണ്? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. ഓക്കെ, പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുക. അതിനു മുമ്പായിട്ട് ശ്രദ്ധിക്കുക, ഹൈപ്പോട്ടന്യൂസ് ഏതാണ് എന്ന് ആദ്യം നിങ്ങൾ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം, അല്ലെങ്കിൽ മാറിപ്പോകും. ഹൈപ്പോട്ടന്യൂസ് ഏതാണ്? 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിരിക്കും എപ്പോഴും ഹൈപ്പോട്ടന്യൂസ്. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിരിക്കും ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ 25 ഇതാണ് ഇതിൻ്റെ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ ഈക്വൽ ടു എന്തായിരിക്കും? ഈ സൈഡിൽ ബാക്കിയുള്ള 2 സൈഡിൻ്റെ സ്ക്വയറും അല്ലേ, പെർപെൻഡിക്കുലറിൻ്റെയും ബേസിൻ്റെയും സ്ക്വയറും. ഇത് രണ്ടും മാറിപ്പോയാലും കുഴപ്പമില്ല, ഹൈപ്പോട്ടന്യൂസ് മാറിപ്പോരുത്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളത് 24 സ്ക്വയർ പ്ലസ് ഈ സൈഡ് നമ്മൾ ഓന്നല്ലേ എഴുത്ത്? ഓന്നല്ലേ? ഓക്കെ, ഓന്നെടുക്കാം തൽക്കാലത്തേക്ക്. ഈ ഇതിനെ ഞാൻ ഇവിടെ തന്നിട്ടില്ലെങ്കിൽ ഞാൻ ചുമ്മാ പീന്നെടുക്കുകയാണ്. ഓക്കെ, OP. അപ്പോൾ 24 സ്ക്വയർ പ്ലസ് OP സ്ക്വയർ. നമുക്ക് OP അല്ലേ കണ്ടുപിടിക്കേണ്ടത്, റേഡിയസ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഇതിനിവിടെ നിർത്താം, ഇതിന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുക. അപ്പോൾ 25 സ്ക്വയർ മൈനസ് 24 സ്ക്വയർ ഈക്വൽ ടു OP സ്ക്വയർ. സ്പേസ് ഇല്ല, ഞാനിവിടെ എഴുതാം. അപ്പോൾ എന്താണ്? OP സ്ക്വയർ എന്ത് കിട്ടും നമുക്ക്? ഓക്കെ, ഇനി OP സ്ക്വയറിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? OP സ്ക്വയർ ഈക്വൽ ടു 25 സ്ക്വയർ മൈനസ് 24 സ്ക്വയർ. എന്താണ് 25 സ്ക്വയർ? 25 സ്ക്വയർ 625 മൈനസ് എന്താണ് 24 സ്ക്വയർ? 576. ഇത് തമ്മിൽ മൈനസ് ചെയ്യുക, എത്ര കിട്ടും? എന്ത് കിട്ടും? 49 കിട്ടും. ഓക്കെ, 49. അപ്പോൾ OP സ്ക്വയർ 49. അപ്പോൾ OP എന്തായിരിക്കും? സ്ക്വയർ ഇങ്ങോട്ടേക്കും ആകും, സ്ക്വയർ റൂട്ട് ആകും. സ്ക്വയർ റൂട്ട് ഓഫ് 49 എന്താണ്? 7 അല്ല, പ്ലസ് ഓർ മൈനസ് 7 ആണ്. 7 അല്ല, പ്ലസ് ഓർ മൈനസ് 7 ആണ്. മൈനസ് 7 നമുക്ക് വേണ്ട, കാരണം ലെങ്ത് ഒരിക്കലും നെഗറ്റീവ് വാല്യൂസ് വരില്ലല്ലോ. അപ്പോൾ നമ്മൾ +7 എടുക്കുന്നു.